നമസ്കാരം. പശ്ചിമ ബംഗാളിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ വിവാദ പരാമർശവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. പഠിച്ചിരുന്ന കോളേജിൽ നിന്ന് പെൺകുട്ടി എന്തിനാണ് രാത്രിയിൽ പുറത്തുപോയത്, പെൺകുട്ടികൾ സ്വയം സൂക്ഷിക്കാൻ പഠിക്കണം തുടങ്ങിയ വിവാദ പരാമർശങ്ങളാണ് മമതയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒഡീഷ സ്വദേശിനിയായ 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ് കോളേജിന് സമീപം രാത്രി ബലാത്സംഗം ചെയ്യപ്പെട്ടത്. പെൺകുട്ടി ഒഡീഷയിലെ ജലേശ്വർ സ്വദേശിനിയും ദുർഗാപൂരിലെ ശിവാപൂർ ഏരിയയിലുള്ള IQ City മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയുമാണ്. ആൺ സുഹൃത്തിനൊപ്പം പുറത്തുപോയ സമയത്താണ് സംഭവം നടന്നത്. സംഭവത്തിൽ ഉത്തരവാദിത്തം കോളേജിൻ്റെതാണെന്ന് വരുത്തി തീർക്കാനും മമത ശ്രമിച്ചു. അവൾ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്നു. ആരുടെ ഉത്തരവാദിത്തമാണത്? പുലർച്ചെ 12:30 അവൾ എങ്ങനെയാണ് പുറത്തു വന്നത്? സംഭവത്തിന് ശേഷം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ മമത പ്രതികരിച്ചത് ഇങ്ങനെയാണ്. സംഭവത്തെ ഞെട്ടിപ്പിക്കുന്നതെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി ബംഗാൾ പോലീസ് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. കോളേജ് അധികൃതർ പെൺകുട്ടികളെ രാത്രിയിൽ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്, അവർ സ്വയം സൂക്ഷിക്കണമെന്നും മാധ്യമപ്രവർത്തകരോട് മമത പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ വേദനാജനകമാണെന്നും കുറ്റവാളികൾ ആരായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടുമെന്നും മമത ഉറപ്പു നൽകി. സംഭവം പുറത്തിറങ്ങിയുടൻ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടലുണ്ടായി. അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതികളെ ഉടൻ പിടികൂടാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും ബംഗാൾ മുഖ്യമന്ത്രി വ്യക്തമാക്കി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 3 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഈ ക്രൂരമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള മറ്റുള്ളവരെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും മമതാ ബാനർജി കൂട്ടിച്ചേർത്തു. കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷ ഉറപ്പു നൽകുമെന്നും അവർ പറഞ്ഞു. അതേസമയം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മമതാ സർക്കാർ പരാജയപ്പെട്ടതായി BJP ആരോപിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച് നടക്കുന്നത് സംസ്ഥാനത്തിന്റെ നിയമ സമാധാന സംവിധാനത്തിലെ പാളിച്ചകളാണ് പ്രധാന കാരണമെന്നതാണ് പ്രതിപക്ഷവും സാമൂഹ്യ സംഘടനകളും ഉന്നയിക്കുന്ന പ്രധാന വിമർശനം. സംഭവത്തെ BJP രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് തൃണമൂൽ നേതാക്കൾ പറഞ്ഞു. ക്യാമ്പസിന് സമീപമാണ് 2ാം വർഷ MBBS വിദ്യാർത്ഥിനി പീഡനത്തിന് ഇരയായത്. സുഹൃത്തിനൊപ്പം ഭക്ഷണം കഴിക്കാൻ വെള്ളിയാഴ്ച രാത്രി പുറത്തിറങ്ങിയപ്പോഴാണ് ഒഡീഷ സ്വദേശിനിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിന് ഇരയായത്. രാത്രി 10 മണിയോടെ സുഹൃത്ത് മടങ്ങിയ ശേഷം 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. മെഡിക്കൽ കോളേജിന് സമീപത്തെ കാട് പിടിച്ച പ്രദേശത്തേക്ക് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതിനു ശേഷമായിരുന്നു കൂട്ടബലാത്സംഗം. വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണും പണവും പ്രതികൾ കവർന്നതായും പീഡന ദൃശ്യങ്ങൾ പകർത്തിയതായും സൂചനയുണ്ട്. പെൺകുട്ടിയുടെ സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടുവെന്നും ഇയാൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. മകളുടെ സുഹൃത്ത് അവളെ തെറ്റിദ്ധരിപ്പിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നാണ് അതിജീവിതയുടെ അച്ഛൻ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. അക്രമികൾ മകളുടെ മൊബൈൽ ഫോണും പണവും തട്ടിയെടുത്തതായി അദ്ദേഹം പറഞ്ഞു. മകളുടെ സുഹൃത്താണ് വിവരം അറിയിച്ചതെന്നും വിദ്യാർത്ഥിനിയുടെ പിതാവ് പറഞ്ഞു. ഞാൻ അവിടെ എത്തിയപ്പോൾ എന്റെ മകളുടെ നില ഗുരുതരമായിരുന്നു. ആശുപത്രി അധികൃതരിൽ നിന്നും ഒരു പ്രതികരണവും ലഭിച്ചില്ല എന്നും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. സുഹൃത്ത് വിളിച്ചതിനെ തുടർന്ന് മകൾ ഭക്ഷണം കഴിക്കാൻ ക്യാമ്പസിന് പുറത്തു പോയതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥിനിയെ ദുർഗാപൂരിലെ ഒരു ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ പെൺകുട്ടിയുടെ നില തൃപ്തികരമാണ്. അന്വേഷണം പുരോഗമിക്കുന്നതായും അതിജീവിതയുടെ സുഹൃത്ത് ഉൾപ്പെടെ ഒട്ടേറെ പേരെ ചോദ്യം ചെയ്തു വരികയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിജീവിതയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കൊൽക്കത്തയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള RG കർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ 31 വയസ്സുള്ള ബിരുദാനന്തര ബിരുദ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം സംസ്ഥാനത്തും രാജ്യത്തുടനീളവും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഇതിനു പിന്നാലെയാണ് സംസ്ഥാനത്തെ നടിക്ക് മറ്റൊരു പീഡന വാർത്തയും കൂടി പുറത്തുവരുന്നത്.